കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് അമ്മയും മാതാവിനും ഈശോപ്പിന് 1000 കോടി സ്തോത്രവും നന്ദിയും കരയറ്റുന്നു. എൻ്റെ പേര് ജെനി ജോസഫ്. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് വെരൂർ ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ കൂട്ടുകാരി റിജ റജി. അവൾ വരുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നാണ്. എൻ്റെ അമ്മയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി ചെയ്യുന്നത്. 2023 മുതൽ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടിയിലാണ്. അമ്മ വഴിയാണ് കൃപാസനം എന്നൊരു പള്ളിയെക്കുറിച്ചും അമ്മ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചും ഞാൻ ആദ്യമായി അറിയുന്നത്. അപ്പോൾ അമ്മ ഇവിടെ വരുന്നത് ഞാൻ തേർഡ് ഇയറിൽ BSc നഴ്സിംഗ് തേർഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് അമ്മ ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു. എക്സാമിൻ്റെ സമയങ്ങളാണെങ്കിലും പഠന സമയങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയ സമയങ്ങളായിരുന്നു. തേർഡ് ഇയർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇയർ ബാക്കിൻ്റെ കൊല്ലമാണ്. ആ വർഷം നമ്മൾ ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സപ്ലിമെൻ്ററിയും കൂടെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ വർഷം ഉറപ്പായിട്ട് നമ്മൾ ഇയർ ബാക്ക് ആയി പോകുന്ന കൊല്ലമാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാർ ഒത്തിരിയേറെ പ്രയാസപ്പെട്ടിരുന്ന ഞങ്ങൾക്ക് ഒത്തിരിയും പഠിക്കാനുണ്ട്. എല്ലാം നല്ല ടഫായിട്ടുള്ള സബ്ജക്ട്സും ആണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരിയും പേടിച്ചപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങളെ ക്ലാസ്സിൽ 58 കുഞ്ഞുങ്ങളെയും പേര് സമർപ്പിച്ച് നിയോഗം വെച്ച് അമ്മ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അമ്മ അത് പ്രിൻ്റ് എടുത്ത് ഇവിടെ വന്ന് മാതാവിൻ്റെ തിരുസ്വരൂപത്തെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ എക്സാമിൻ്റെ സമയം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. എത്രയൊക്കെ പഠിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് പഠിച്ചിട്ടും തീരുന്നില്ല. എത്ര പഠിച്ചാലും ഞങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മറന്നു പോകുമായിരുന്നു. ഞങ്ങളത് ഒത്തിരി പ്രയാസപ്പെട്ടു. ഞങ്ങൾ എന്താ നമുക്ക് എന്നെ മറന്നു പോകുന്നത്, ഞങ്ങൾ പഠിച്ചത് എത്രയൊക്കെ പഠിച്ചാലും അത് ഞങ്ങൾക്ക് തലയിൽ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് പിന്നെയും കുറേ പഠിക്കാനുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മൊത്തം നേരം ഞങ്ങൾക്ക് മനസ്സിൽ. അപ്പോൾ എക്സാം വന്നു. ഞങ്ങൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വിശുദ്ധ തൈലവും ഉപ്പും തന്നാണ് വിട്ടത്. ഞങ്ങളെല്ലാവരും പരസ്പരം വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് കഴിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആണ് എക്സാം ഹോളിൽ കയറിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയിൽ എടുക്കാത്തതുകൊണ്ട് അമ്മ എനിക്ക് ഇവിടെ മാതാവിൻ്റെ കാശുരൂപം വാങ്ങി തന്നു വിട്ടാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അത് കൊടുക്കുകയും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൊന്തയിൽ കാശുരൂപം വെച്ചത് മുറുക്കെ പിടിച്ചാണ് എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് പ്രാക്ടിക്കൽസും ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ റിസൾട്ട് നോക്കുവാണെങ്കിൽ അത് പള്ളിയിലിരുന്ന് വേണം നോക്കാനെന്ന്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്നൊരു കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് തൊട്ട് മുമ്പേ തന്നെ ചാപ്പലുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു റിസൾട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചാപ്പിൽ തന്നെ പോയിരുന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അപ്പം തന്നെ വേഗം പോയി ചാപ്പിലിൽ പോയിരുന്ന് നോക്കി വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാവ് ഉന്നത വിജയം തന്ന് ഞങ്ങളെ എല്ലാവരെയും മാതാവ് പാസ്സാക്കി. മാതാവിന് കോടാനുകൂടി സ്തോത്രവും നന്ദിയും കരയറ്റുന്നു. അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു, മാതാവ് തേർഡ് ഇയറിൽ എല്ലാ സബ്ജക്റ്റിനും മാതാവ് പാസ്സാക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തോളാം. അങ്ങനെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടി എനിക്ക് അവധി ക്രിസ്മസ് ലീവായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ജനുവരി 2-ാം തീയതി ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച 6 നിയോഗങ്ങളിൽ ഞാൻ ഒരെണ്ണം നിയോഗം വെച്ചത് ഞങ്ങൾ 58 കുഞ്ഞുങ്ങളും ഫൈനൽ ഇയറിൽ പാസ്സാകണമെന്നായിരുന്നു ഞാൻ വെച്ച നിയോഗം. ഞാൻ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തൈലവും ഉപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എക്സാമിൻ്റെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറേ പഠിക്കാനുണ്ട്. വൈവയും ലോഗ് ബുക്കും എല്ലാം ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം ഭയങ്കര ചുരുക്കമായിരുന്നു കിട്ടിയത്. ഞങ്ങൾക്ക് 3 സബ്ജക്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ഫൈനൽ ഇയറിൽ. ഞങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. ലീവ് കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ലീവ് കിട്ടിയ ദിവസം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉറച്ച തീരുമാനം എടുത്ത് എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. ഞങ്ങൾ എല്ലാ ദിവസവും എത്ര സമയമല്ലോ അല്ല 1/2 മണിക്കൂർ ഞങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ ഒരാൾ പാസ്സാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. 58 കുഞ്ഞുങ്ങളെയും പാസ്സാക്കി തരണമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഞങ്ങൾ അവിടുന്ന് കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ആവുന്ന ആ ദിവസം വരെ ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ദിവസം വന്നപ്പോൾ ഞങ്ങൾ പല സാക്ഷ്യങ്ങളിലും കേൾക്കുമായിരുന്നു. കുഞ്ഞുങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി മാതാവിൻ്റെ തിരുസ്വരൂപത്തെ വെക്കുന്നത് നിങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എഴുതി ഞങ്ങൾ മാതാവിൻ്റെ തിരുസ്വരൂപത്തെ വെച്ചു. ഇത് 4 ഷീറ്റുള്ള പേജാണ്. ഇതിൻ്റെ ഒരു ഷീറ്റിൽ ഞങ്ങൾ OJയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിൽ മാനേജ്മെൻറ്റിൻ്റെ ഒന്നിൽ കമ്മ്യൂണിറ്റിൻ്റെ എഴുതി ലാസ്റ്റ് പേജിൽ ഞാൻ എഴുതി മാതാവ് ഞങ്ങൾ 58 കുഞ്ഞുങ്ങളെ എല്ലാ സബ്ജക്റ്റിനും മാതാവ് പാസ്സാക്കി തന്നാൽ മാത്രം മതി എഴുതി. അങ്ങനെ ഞങ്ങൾ ഇതിൽ എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഈ എഴുതിയ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇതെല്ലാവർക്കും അയച്ചും കൊടുത്തു. ഞങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസമാണ് ഈ ക്വസ്റ്റ്യൻസ് എഴുതുന്നത് തന്നെ. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാനിരിക്കുന്നത്. എഴുതിയതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തത് എല്ലാവരും പഠിക്കണം, ഇത് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആ മാതാവ് ഇതേ നമുക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്ക് മാതാവ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് വന്നത്. പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് നമുക്കങ്ങോട്ട് സാറ്റിസ്ഫൈ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എക്സാം എഴുതി പൂർത്തീകരിക്കാൻ പറ്റി.
പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം ഹോളിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ചത്ര ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം ഹോളിലായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് 10 to 1 ആണ് എക്സാം. അപ്പോൾ 12:45 ആകുമ്പോൾ ഞങ്ങൾ എക്സാം എഴുതി നിർത്തും. കാരണം ഞങ്ങൾക്ക് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് മൊത്തം ബുക്ക്ലെറ്റിൽ ഞങ്ങൾ കുരിശ് വരച്ച് മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പ് ഞങ്ങൾ കൈ കരുതുമായിരുന്നു എക്സാമിന്. ഞങ്ങൾ തൈലം ഞങ്ങളുടെ കയ്യിലെല്ലാം തൈലമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കൈപ്പത്തിയിലും തൈലം പുരട്ടി വെക്കും. എന്നിട്ട് അത് കൈയിനെ ചുരുട്ടി പിടിക്കും. എണ്ണ വറ്റി പോവാതെ ഞങ്ങൾ തൈലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൈലം ചുരുട്ടി പിടിച്ച് 12:45 എക്സാം 1 മണിയാകുമ്പോൾ ബെല്ലടിക്കും. 12:45 ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ആൻസർ ഷീറ്റിലെല്ലാം വിതറുകയും മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ചാണ് ഞങ്ങൾ ബുക്ക്ലെറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാംസ് ഞങ്ങൾക്ക് കുറച്ചധികം ടഫ് തന്നെ ആയിരുന്നു. 2ൻ്റെയും കമ്മ്യൂണിറ്റിയുടെയും OG-യുടെയും. അങ്ങനെ എക്സാമുകളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വരും. ഞങ്ങൾ കോളേജെല്ലാം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എല്ലാം ഇതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ അങ്ങനെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ അടുത്ത് നേരത്തെ പബ്ലിഷ് ചെയ്യാറില്ല എന്നാണ് റിസൾട്ട് വരുന്നതെന്നുള്ള ഡേറ്റ്. അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഒരു തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം, റിസൾട്ടൊക്കെ വരാറായില്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും രാവിലെ വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് പല കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, തടസ്സമായിപ്പോയി. ഞങ്ങൾക്ക് വരാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നാളെ ആണെങ്കിലും പോയി പ്രാർത്ഥിക്കാം, ഇപ്പോൾ ഉടനെ വരത്തില്ലായിരിക്കും റിസൾട്ട് എന്ന് കരുതിയതു. അങ്ങനെ കറക്റ്റ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റിയുടെ മെസ്സേജ് ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങളുടെ അടുത്ത് പറയുന്നതല്ല റിസൾട്ട് വരാറായെന്ന്. 2 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും വരും, വന്നതിന് ശേഷം എല്ലാവരും ഫാക്കൽറ്റീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ എൻ്റെ ചേട്ടനോട് പറഞ്ഞു എന്നെ ഇപ്പം തന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നീന്തി ഭയങ്കരമായിട്ട് മഴ വരാൻ വേണ്ടി ഇന്ന് നിൽക്കും. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ഇവിടെ എത്തുന്നവരെ പറയാൻ ഇതേ പ്രാവശ്യമുള്ള മാതാവ് ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് അമ്മയുടെ സന്ധി ഇന്ന് തന്നെ വന്നിരുന്നത് നോക്കണം. അപ്പം മഴ വരാതെ അമ്മ അത് നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി കാശുരൂപം മുറുക്കെ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ എൻ്റെ ചേട്ടൻ ഉള്ളിൽ കയറുമ്പോഴാണ് കറക്റ്റ് മഴ പെയ്യുന്നത്. അത്രയും നേരം മാതാവ് മഴേനെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു പെയ്യാതെ. പിന്നെ ഞാൻ വന്നിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ലാസ്റ്റ് ഉടമ്പടിക്കാരുടെ സെറ്റിൽ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാവരും മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന്. അപ്പം ഞാനും അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലി. നിയോഗത്തിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു മാതാവ് 58 കുഞ്ഞുങ്ങളെ മാതാവ് പാസ്സാക്കി തന്നേക്കണമെന്ന് നിയോഗം പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി തുടങ്ങിയപ്പോഴത്തേക്ക് കറക്റ്റ് മെസ്സേജ് വന്നു ഗ്രൂപ്പിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ്. ഞാൻ മാതാവിൻ്റെ തിരുവൾത്താരുടെ മുമ്പിൽ ഇരുന്ന് കണ്ണടച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിന് തന്നെ എനിക്ക് ഡിസ്റ്റിങ്ഷനും കിട്ടി. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും തന്നു. മാതാവ് ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിന് നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ നിയോഗങ്ങളിലോ ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഞാൻ കരുതില്ല. കാരണം എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ ഇത്രയും ദൂരം വന്ന് റിസൾട്ട് നോക്കാൻ പറ്റുമായിരിക്കുമോ ഇല്ലായിരിക്കും, അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് തന്നെ നോക്കാമെന്ന്. പക്ഷേ മാതാവിൻ്റെ നിയോഗം അങ്ങനെ അല്ലായിരുന്നു. മാതാവിൻ്റെ ആഗ്രഹം മാതാവിൻ്റെ കുഞ്ഞ് ഈ സന്നിധിയിൽ വന്ന് മാതാവിൻ്റെ കൂടെ ഇരുന്ന് റിസൾട്ട് നോക്കണമെന്നായിരുന്നു. അതാ എനിക്ക് എൻ്റെ നിയോഗങ്ങൾ സാധിച്ച് കിട്ടുന്നതിനേക്കാൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ റിസൾട്ട് നോക്കാൻ പറ്റിയത് എന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈസൻസിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ വന്ന് ലീവിൻ്റെ സമയത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാദറിന് ഒരു കാറ്ററാക്റ്റിൻ്റെ സർജറി വന്നുകൊണ്ട് കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ അപ്പയുടെ കൂടെ ആയതുകൊണ്ട് എനിക്കങ്ങനെ പോയി പഠിക്കാനൊന്നും പറ്റിയിട്ടേ ഇല്ലായിരുന്നു ഒട്ടും. അങ്ങനെ ടെസ്റ്റിന് ഒരു ടെസ്റ്റിന് കറക്റ്റ് ഒരാഴ്ച മുമ്പ് തൊട്ടാണ് ഞാൻ പഠിക്കാൻ തന്നെ പോയത്. കറക്റ്റ് ഒരാഴ്ചയുള്ളൂ. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് കാല് കുത്താതെ എട്ടെടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഞാൻ അറിയാതെ കാല് കുത്തി തന്നെ പോവായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര കൂടെയുള്ള പിള്ളേരെല്ലാം ചേച്ചിക്ക് എന്താ പറ്റും കുഴപ്പമില്ല നോക്ക്. ഡ്രൈവിംഗ് സ്കൂളിൽ എന്നെ വഴക്ക് പറയുന്നു, നേരത്തെ തൊട്ട് വന്ന് പഠിക്കേണ്ടതല്ലായിരുന്നു, ഒരാഴ്ച മുമ്പ് പറഞ്ഞു. അപ്പം എൻ്റെ അവിടുത്തെ ഒരു ചേട്ടൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞു മോളെ ഒരാഴ്ചയല്ലേ വന്ന് പഠിച്ചുള്ളൂ, അപ്പോൾ എന്തായാലും കിട്ടത്തില്ല, കുഴപ്പമില്ല അടുത്ത ടൈമിൽ നോക്കാം, അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ ഒന്നും കൂടെ അവരെടുക്കാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസം, ഞാൻ ഉടമ്പടി എടുത്താൽ മാതാവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല. കാരണം മാതാവിനെ അറിയാം എനിക്കിനി സമയമില്ല. ഒരു തവണയും കൂടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ഒരു തവണയും കൂടെ നിൽക്കാനുള്ള സമയമില്ല. ജോലിക്കൊക്കെ കയറാനോട് മാതാവിന് അത് അറിയാമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ പോക്കറ്റിൽ വെച്ച് ഞാൻ എൻ്റെ 2 കൈപ്പത്തിയിലും മാതാവിൻ്റെ ഉപ്പ് പുരട്ടി ഞാൻ ഹാൻഡിൽ കൈ കൊടുത്ത് കറക്റ്റായിട്ട് എനിക്ക് എട്ടെടുക്കാനും പറ്റി. കറക്റ്റായിട്ട് എനിക്ക് അന്ന് തന്നെ എൻ്റെ ലൈസൻസും അപ്രൂവായി വന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ വലിയ ആഗ്രഹമായിരുന്നു കൃപാസനത്തിൽ വരണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അപ്പം ഞങ്ങൾ പോയത് കണ്ണൂരൊക്കെയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഉറക്കം ഞങ്ങൾ തിരിച്ച് വരുന്നു. അപ്പം ഞങ്ങളോട് ചോദിച്ചു നമുക്ക് പോകണോ, നമുക്ക് പിന്നൊരു ദിവസം പോയാൽ പോരെ. അപ്പോൾ പിന്നൊരു ദിവസം വരാൻ പറ്റിയില്ലല്ലോ, കുഴപ്പമില്ല നമുക്ക് ഇപ്പം തന്നെ പോകാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ ചങ്ങനാശ്ശേരി വരെ ഞങ്ങൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ പറഞ്ഞാൽ അവൾ കുഴപ്പമില്ല നമുക്ക് പോകാം, അവളുടെ വീട് ഇച്ചിരി ദൂരെയാണ്.
അപ്പം അവൾ പറഞ്ഞു നമുക്ക് പോകാൻ കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, കൃപാസനത്തിൽ വന്ന് അവളുടെ ആഗ്രഹപ്രകാരം പ്രാർത്ഥിച്ച് ഞങ്ങളോട് തിരിച്ചു പോയി ഞങ്ങൾ ചെങ്ങന്നൂർ എത്തിയപ്പോൾ ചെങ്ങന്നൂർ സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങി. സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള വണ്ടി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ക്രോസ് ചെയ്ത് വരുന്ന വഴിക്ക് ഒരു KSRTC ഭയങ്കര സ്പീഡിൽ വരുമായിരുന്നു. അത് എന്നെ ഇടിക്കേണ്ട വണ്ടി എന്നെ ഇടിക്കാതിരിക്കാൻ അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചപ്പോൾ അത് നേരെ അവളെ ഇടിച്ച്, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ അവളെ അത് ഇടിച്ച് കുറേ മുമ്പോട്ടേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടൊരു ഷോക്കിൽ ഞാനങ്ങ് നിന്നുപോയി. ആളെല്ലാം കൂടി ഞാൻ അവളെ എണ്ണിപ്പിച്ച് നിർത്തിയപ്പോൾ അവളുടെ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് ഫുൾ കീറി, അവളുടെ കയ്യിലുണ്ടെന്ന ബാഗ് മൊത്തം കീറി. ഞാൻ നോക്കുമ്പോൾ അവളുടെ കൈയുടെ മുട്ടിൻ്റെ അവിടെ ഒരു കുഞ്ഞൊരു മുറിവ്. അപ്പോൾ ഇത് കണ്ട ഇതിൽ ഞങ്ങൾ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ പോയി ഡ്രസ്സിങ് എല്ലാം ചെയ്തു. അപ്പോഴൊന്നും നമ്മൾ മാതാവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിൽ കരുതുന്നില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഞാൻ എപ്പോഴും കൈ വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ കൂടെ ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടത് ഒരു ഓട്ടോ ചേട്ടനാണ്. ആ ഓട്ടോ ചേട്ടൻ അവിടെ ഞങ്ങളെ കൊണ്ടിറക്കി കഴിഞ്ഞിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചോളൂ, മോളെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടൻ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുന്ന പോലും ഈ ചേട്ടന് ഞാൻ ഓട്ടോ കൂലി കൊടുത്തില്ലല്ലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചേട്ടാ പൊക്കോന്നേ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ചേട്ടൻ പോയി. തിരിച്ച് ഞാൻ ഇവളെയും കൊണ്ട് വേറെ ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിൽ വന്നിട്ട് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഈ ചേട്ടന് പൈസ കൊടുത്തില്ലല്ലോ, പൈസ കൊടുക്കണ്ടേന്ന് വിചാരിച്ചാൽ ഞാൻ ആ ചേട്ടനെ അവിടെ എല്ലാം നോക്കിയപ്പോൾ ഈ ചേട്ടനെ കാണുന്നില്ല. അപ്പോഴത്തേനും എനിക്ക് മനസ്സിൽ തോന്നി മാതാവായിട്ട് വന്നത് ഓട്ടോയിൽ ഞങ്ങളെ കൊണ്ടുപോയതെന്ന്. ഇപ്പോഴത്തെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ വീണതും വണ്ടി ഇടിച്ചതും എല്ലാം ക്യാമറയിൽ കൂടെ ഡിപ്പോയിലെ മെയിൻ ഒരു സാറ് കണ്ടു. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ സാറ് ഓഫീസിൽ നിന്ന് താഴേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു മക്കളെ നിങ്ങളെ വണ്ടി കൊച്ചിനെ ഇടിക്കുന്നത്, ആ ഇടിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റ്, ഭയങ്കരമായിട്ട് എന്തെങ്കിലും കൊച്ചിന് പറ്റിപ്പോണ്ടതാ, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു മക്കളെ എവിടെ പോയിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ട് വരിക. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചെറുതായിട്ട് പുഞ്ചിരിച്ചോണ്ട് വന്നു. അപ്പോൾ പിന്നെ മക്കൾ ഒന്നും പേടിക്കണം, അമ്മയുടെ അടുത്ത് പോയിട്ട് വരുമ്പോൾ അമ്മ എന്തായാലും ഒരു ആപത്തും വരുത്താതെ കാത്തോളൂ. അമ്മയുടെ കൈ അപ്പോഴാണ് ഞാൻ പോലും ഉടമ്പടി എടുത്ത് ഞാൻ പോലും അത് ചിന്തിക്കുന്നത്. അപ്പോഴാണ് മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടല്ലോ, മാതാവ് അത്രയും ഭദ്രമായിട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് അവൾക്ക് വീട്ടിലും പോകാൻ പറ്റി. അതിൻ്റെ ഒരു കുഞ്ഞു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേദനയോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതൊക്കെയാണ് മാതാവ് എനിക്ക് എൻ്റെ ഉടമ്പടിയിലൂടെ തന്ന അനുഗ്രഹങ്ങൾ. എൻ്റെ ഇതായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പത്രം കൊണ്ടുപോയി ഹോസ്റ്റലിൽ എല്ലാവർക്കും റൂമിൽ കൊണ്ടുപോയി കൊടുത്ത് അവരടുത്ത് വായിക്കണമെന്ന് പറയുമായിരുന്നു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഫുഡ് പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് പൈസ വെച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് പാവങ്ങൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ചാപ്പലിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയും ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളും അതിന് കുറേ സഹകരിക്കുകയും വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കൂടെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകൂടി നന്ദി സ്തോത്രവും കരയറ്റുന്നു. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെനി ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. അമ്മയുടെ തിരുനടയിൽ മകൾ നിൽക്കുമ്പോൾ ഒത്തിരി നന്ദിയോടുകൂടി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ അവസരത്തിലും അമ്മ ഇടപെട്ട് തന്നെ സന്തോഷത്തോടു കൂടി മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തെ മകളെ 3-ാം വർഷം നഴ്സിംഗ് പഠിക്കുമ്പോൾ അത് അമ്മ അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഉടമ്പടിയിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഏറെ ക്ലേശമെന്ന് കരുതിയ എല്ലാ വിഷയങ്ങളും മകൾ വിജയിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നാലെ മകൾ തന്നെ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നു. 4-ാം വർഷം പഠനത്തിലേക്ക് പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, അത് ഇത്തിരി ക്ലേശകരമായ പഠനമായിരുന്നു, അത് ജയിച്ചു കിട്ടുവാൻ എനിക്ക് തന്നെ പ്രയാസം തോന്നിയ അവസരമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന 58 പേർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 58 പേരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജയിക്കുന്നതിന് വേണ്ടി അമ്മയുടെ തിരുനടയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരൊത്തിരി പേരെൻ്റെ കൂടെ നിന്ന് ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, ഈശോയെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന്, വചനം വായിക്കുന്നതിന്, അതായത് ഈ മകളിലൂടെ മറ്റൊത്തിരി പേര് ഇതിലെല്ലാം പങ്കാളികളായി ഉടമ്പടി എടുക്കാത്ത മക്കൾ കൂടി കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ അവരുടെ 4-ാം വർഷത്തെ പഠന മേഖലകളെ സമർപ്പിച്ചു കൊണ്ടിരുന്നു. മകൾ അതിൻ്റെ ഒടുവിലാണ് 2 കാര്യം പറഞ്ഞത്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മയോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ചോദ്യങ്ങൾ എടുക്കുമായിരുന്നു.
ചോദ്യങ്ങൾ എടുത്തത് ഓരോ വിഷയത്തിൻ്റെ ചോദ്യങ്ങളും പരീക്ഷയുടെ തലേ ദിവസം എടുക്കുകയും അതൊരു പേപ്പറിൽ എഴുതുകയും അത് ഫോട്ടോ എടുത്ത് 58 പേർക്കും കൈമാറുകയും ചെയ്തിരുന്നു. എന്നിട്ട് വിശ്വാസത്തോടെ ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പോകുവാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോഴും അവിടെ ചെന്നെഴുതിയ എല്ലാ ദിവസവും പരീക്ഷ വളരെ ടഫായിരുന്നു, പലതും മനസ്സിലാകുന്നില്ലായിരുന്നു. എങ്കിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഓരോ പരീക്ഷയും എഴുതിക്കൊണ്ടിരുന്നു. എന്തെഴുതാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും 12:45 ആകുമ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ ഉടമ്പടിയുടെ തൈലം ഞങ്ങളത് ഉള്ളം കൈയിൽ അല്പം പോലും നഷ്ടപ്പെടാതെ കൊണ്ടുപോകുന്നത്, അത് ഓരോ ബുക്ക്ലെറ്റിലും മുഴുവനും അത് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കുകയും ഉടമ്പടി ഉപ്പ് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായി അതുകൂടി അതിനോട് ചേർത്ത് സമർപ്പിച്ച് അമ്മയുടെ കരങ്ങളിലാണ് ഓരോ ബുക്ക്ലെറ്റും കൈമാറിയിരുന്നത്. ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ കഴിവിലല്ല, കഴിവിൻ്റെ മെറിറ്റിൻ്റെ കഴിവിലല്ല, മറിച്ച് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് ആ ഓരോ ബുക്ക്ലെറ്റും കൈമാറിക്കൊണ്ടിരുന്നു. പ്രാക്ടിക്കലുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നു. എന്നിട്ട് മകൾ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും എല്ലാവരും ജയിക്കാൻ വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അമ്മ മാതാവ് ഒരു ദിനം ഇവിടം വരെ വരുവാനായിട്ട് മകളുടെ ഉള്ളിൽ വലിയൊരു തോന്നൽ കൊടുക്കുന്നുണ്ട്. അത് അന്ന് പല കാര്യങ്ങളും കൊണ്ടത് മാറ്റിവെക്കുന്നു. പിന്നീട് അതേ ദിവസം ഉച്ചയാകുമ്പോൾ റിസൾട്ട് വരാൻ പോകുന്നുവെന്നറിയുന്നു. സഹോദരനുമായി കാർമേഘമുള്ള ആ ദിവസം ഇവിടം വരെ മഴ കൊള്ളാതെ എത്തി അമ്മയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നതും മകൾക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കി ഒത്തിരി മക്കൾക്ക് ഡിസ്റ്റിങ്ഷന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മികച്ച വിജയം അമ്മ മാതാവ് നൽകിയതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നേർച്ച വസ്തുക്കളുടെ വിശ്വാസത്തിലുള്ള പ്രയോഗമാണ്. ഒന്ന്, അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് സന്ദേശം നൽകുമെന്ന് മകൾക്കും കൂടെയുള്ളവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഓരോ ചോദ്യവും അവർ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെയും ഇത് അമ്മയിലൂടെ ലഭിക്കുന്ന ചോദ്യമെന്ന് ഉറപ്പിച്ചാണ് അവരത് സ്വീകരിച്ചിരുന്നത്. രണ്ടാമത്തത്, പരീക്ഷയ്ക്ക് എത്ര കണ്ട് എഴുതിയ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് പ്രയാസമേറിയതാണെങ്കിലും ഇതിനെ എളുപ്പമുള്ളതാക്കി തരുവാൻ, ഞങ്ങളുടെ കുറവുകളെ മാറ്റി മികച്ച വിജയം തരുവാൻ അമ്മയുടെ ഇടപെടലിലൂടെ സാധിക്കുമെന്ന് മക്കൾക്കുണ്ടായിരുന്ന ഉറപ്പാണ് ആ പരീക്ഷയുടെ അവസാന 15 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിന് വേണ്ടി മാത്രം മറ്റെല്ലാം മാറ്റിവെച്ച് അവർ ചെലവഴിച്ചുവെന്ന് ഇവിടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കണ്ട് അമ്മ മാതാവിനെയും ഈശോയെയും ജീവിതത്തിൽ വിശ്വസ്തതയിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം കൊടുക്കുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംശയമില്ലാതെ പ്രാർത്ഥിക്കുക, വിശ്വസ്തതയിൽ ഉടമ്പടിയിൽ ജീവിക്കുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് നമ്മൾ ഉറക്കെ പറയുവാൻ തയ്യാറാവുക. അത് നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവം ഏറ്റെടുത്ത് പരിഹരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മകൾ മറ്റൊരു അപകട വിഷയം സൂചിപ്പിച്ചു. കൂടെയുള്ളൊരു കൂട്ടുകാരി, ഇതുവരെ കൃപാസനത്തിൽ വരാത്തൊരു വ്യക്തി കൃപാസനത്തിൽ വരണമെന്ന് ഏറെ ആഗ്രഹത്തോടെ പറയുകയും ദീർഘദൂര യാത്രയ്ക്ക് ശേഷം തിരികെ മടങ്ങും വഴി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിച്ച് ഭവനങ്ങളിലേക്ക് പോയൊരു സംഭവത്തെക്കുറിച്ച്, ചെങ്ങന്നൂർ വെച്ച് ആ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് മകളെ ഇടിക്കും വിധം അടുത്തെത്തുകയും വേഗത്തിലെത്തുകയും കൂട്ടുകാരി മകളെ പിടിച്ചു മാറ്റുമ്പോൾ അവൾക്ക് ചെറിയ തോതിൽ അത് പരിക്കായി മാറുകയും ചെയ്തു. വണ്ടി ഇടിക്കുകയും അത് വലിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആ സമയമൊന്നും മാതാവിനെ ഓർത്തിരുന്നില്ല, പക്ഷേ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളം, സാന്നിധ്യത്തിൻ്റെ അടയാളം, ഉടമ്പടിക്ക് ആശീർവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഏത് ആപത്തിൽ നിന്നും എന്നെ ആ അവിചാരിതമായ നിമിഷങ്ങളിൽ, ഞാൻ പോലും അമ്മയെ ഓർക്കാതിരുന്ന നിമിഷങ്ങളിൽ എന്നെ ഓർത്ത് എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കുവാൻ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഉപകരിച്ചുവെന്ന്. അതാണ് ആ സ്റ്റേഷൻ്റെ ഇൻചാർജുള്ള വ്യക്തി മക്കളെ രണ്ടാമതവിടെ കാണുമ്പോൾ തിരികെ വന്നിട്ട് പറയുന്നത്, ഞാൻ ക്യാമറയിലൂടെ ഇതെല്ലാം കണ്ടിരുന്നു, വളരെ ഗൗരവമുള്ളൊരു അപകടമായിരുന്നു, പോറൽ പോലും എടുക്കാതെ നിങ്ങളെ അമ്മ മാതാവ് കാത്തു, കൃപാസനത്തിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് അമ്മ നിങ്ങളെ കാക്കാതിരിക്കുമോ എന്ന. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ഗ്യാരൻറ്റിയാണ്. നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുന്നവരും ഉടമ്പടിയുടെ കാശുരൂപമാവട്ടെ, നേർച്ചവസ്തുക്കളാവട്ടെ, അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് വിശ്വസ്തയോടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവരാണെങ്കിൽ ആകസ്മികമായ വിഷയങ്ങളിൽ നമുക്കത് സംരക്ഷണവും കവചവും ഒരുക്കും. ജീവിത പ്രശ്നങ്ങൾക്ക്
പരിഹാരത്തിനുള്ള വഴി തുറക്കും. നാം എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് സ്വയം സാധിക്കുന്നില്ല എന്ന്, മെറിറ്റെല്ലാം തീർന്നുപോയെന്ന് നാം പറയുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതകരമായ വിജയമൊരുക്കുവാനും ഇത് നമുക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും. അതാണ് ഓരോ മകനും മകളും ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ആവർത്തിച്ച് പറയുക: ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം, അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള അടയാളങ്ങളായെന്ന്. ഈ മകൾക്ക് ലഭിച്ച, അവരുടെ കൂട്ടുകാരികൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.